ഗൈസ് അങ്ങനെ രാവിലെ എണ്ണീറ്റു. നമ്മൾ ഇന്ന് ഓഫ് ആക്ച്വലി ഞാൻ എടുത്തതാണ്, ഒരാവശ്യമുണ്ട്, അത് പറയാം. അപ്പോൾ രാവിലെ നമ്മൾ ജിമ്മിലോട്ട് പോകുന്നു. ഇന്ന് രാവിലെ ഗൈസ് എണ്ണീറ്റപ്പോൾ ആദ്യം കാണുന്നത് എമ്പുരാൻ്റെ ഒരു പ്രൊമോഷണൽ ഇൻ്റർവ്യൂ ആണ്. നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജും കൂടി ഇർഫാൻ വ്യൂസും പറഞ്ഞിട്ടുണ്ട്, ഒരു തമിഴ് ചാനൽ, അടിപൊളി, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. പക്ഷെ ആ ഒരു ഇൻ്റർവ്യൂ കിഡിലൻ ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. അതിനകത്ത് ലാലേട്ടൻ കിഡിലൻ സ്കോറിങ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത എല്ലാ ക്വസ്റ്റ്യൻസിനും നല്ല കിഡിലനായിട്ട് ഉള്ളൊരു റിപ്ലൈയും, അതൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ തോന്നിയുള്ളൂ. എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. പക്ഷേ അത് അതേസമയം അതൊരു മലയാളം ചാനലിലായിരുന്നെങ്കിൽ അവരെ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് അവരെ അങ്ങ് വെറുപ്പിക്കുന്ന രീതിയിലാക്കിയേനെ. അത് കിഡിലൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അതിനകത്തൊരു ക്വസ്റ്റ്യൻ പുള്ളി ചോദിച്ചു, ഇതിനകത്ത് ഷാരൂഖ് ഖാൻ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഷാരൂഖ് ഖാൻ പാവം ഒരു സീൻ അഭിനയിച്ചു, അധികം മഹാഭാവി കട്ട് ചെയ്ത് കളഞ്ഞത് ആരെ, പൃഥ്വിരാജ്. എനിവേസ് അത് രാവിലെ കിഡിലിനൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇനി നേരെ ജിമ്മിലോട്ട് പോകാം ഗൈസ്. നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ ഗൈസ്. 5:40 ആയതേ ഉള്ളൂ. 6 o'clock ജിമ്മ് തുറക്കുന്നത്. രാവിലെ പോയി ജിമ്മൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാമല്ലോ. രാവിലെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രഷാണ് ഗൈസ്. നേരെ ജിമ്മിലോട്ട് ഗൈസ്. അങ്ങനെ ഇവിടെ അടുത്ത ദിവസം രാവിലെയായി. ഇതിപ്പോൾ നമുക്ക് ഈ ഒറ്റയടിക്ക് എടുക്കത്തക്ക രീതിയിലുള്ള കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നതനുസരിച്ച് നമ്മളങ്ങ് കണ്ടന്റ് എടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എമ്പുരാൻ ഇന്നലെ റിലീസായി ഗൈസ്. ഇവിടെ ഇന്നലെ വൈകിട്ട് നാട്ടിലെ 27th മോർണിംഗിനാണ് റിലീസായത്. 26th നൈറ്റിന് ഇവിടെ റിലീസായി. സെയിം ടൈം. നെഗറ്റീവ് പോസിറ്റീവ് രണ്ടും ഉണ്ട് റിവ്യൂസ്, അറിയത്തില്ല. ഞാനേതായാലും സാറ്റർഡേ എടുത്തിട്ടുണ്ട് ഗൈസ്. സാറ്റർഡേ ആ എമ്പുരാൻ പടം കണ്ടിട്ടേ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരെ പോയി വണ്ടി ഒന്ന് കഴിയാം ഗൈസ്. വണ്ടി ആകെ അലമ്പായി കിടക്കുവാണ്. ഈ മഴയായതുകൊണ്ട് ഞാൻ കഴുകായിട്ടേക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി സ്പ്രിങ് ആയതുകൊണ്ട് ഇപ്പോൾ മഴയും വെയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ്ഡാണ്. ഏതായാലും ഇപ്പോൾ പോയി വണ്ടി കഴിയിട്ട് വരാം. ഇതാണ് ഗൈസ് സംഭവം. ഇത് മാനുവലി നമ്മൾ വണ്ടി വാഷ് ചെയ്യണം. ഇവിടെ വാക്യൂം ഉണ്ട്. പിന്നെ ഇത് വാഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ടോക്കൺ എടുക്കണം. അപ്പോൾ ടോക്കണിൻ്റെ വില നിലവാരമൊക്കെ തന്നെ ഇങ്ങനെയാണ്. നമുക്ക് ആദ്യം ഒരു 3 ടോക്കൺ എടുക്കാം. 3 ടോക്കൺ $6. അപ്പോൾ കാർഡ് മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് നോട്ട് എടുക്കും. ഓക്കെ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, കസ്റ്റമർ വെൻ യു ആർ യൂസിങ് ദിസ് മെഷീൻ ഇറ്റ് വിൽ ഷോ 24 പ്രീ ഓതറൈസ്ഡ്. ഓക്കെ, എൻ്റെ ടോക്കൺ ഇടാൻ ഒക്കുമോ? അവിടെ ടോക്കൺ ഇടുമ്പോൾ നമ്മൾ ക്യാഷ് ഇടുമ്പോൾ ടോക്കൺ ഇവിടെ തരും. അങ്ങനെ 3 ടോക്കൺ നമുക്ക് കിട്ടി ഗൈസ്. സെറ്റ്. ആദ്യം വാക്യൂം ചെയ്യാം. അങ്ങനെ ഗൈസ് ഞാൻ വാക്യൂം ചെയ്തു. വാക്യൂം ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വണ്ടി അത്യാവശ്യം നല്ല അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറ്റി. ഓക്കെ, ഇനി നമ്മുടെ ഈ 3 ടോക്കൺ നമ്മളെടുത്ത്. അപ്പോൾ ഇതിനകത്ത് ടോക്കൺ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സോപ്പ്, വാട്ടർ, പ്രീ സോക്ക്, അങ്ങനെ പല വാഷിൻ്റെ ഫോം, ബ്രഷ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ വാട്ടർ അടിക്കാനുള്ള സംഭവം. ആദ്യം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ കേസ് നമ്മൾ സോപ്പൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം കൂടെ അടിക്കാം. ഞാൻ പോയി ടോക്കണും എടുത്തു, അല്ലേ തീരത്തില്ല. സോപ്പ് അടിക്കാം. ഓക്കെ, ഇത് ആക്ച്വലി വെള്ളമല്ല അടിക്കുന്നത്, ഇപ്പം അടിക്കുന്ന സോപ്പാണ്. മൊത്തത്തിൽ ചെറുതായിട്ട് സോപ്പ് അടിച്ചിട്ട് വെള്ളം അടിച്ചിറക്കാം.
ആക്ച്വലി ബ്രഷ് ചെയ്യേണ്ടടുത്തൊക്കെ ഞാൻ അവരെ ബ്രഷ് യൂസ് ചെയ്ത് മൊത്തം ചെയ്തതായിരുന്നു. ഇനി വെള്ളമാക്കാം. ഇത് വെള്ളമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കവിടെ ചേഞ്ച് ചെയ്യാനുണ്ട്. വാഷിങ് നമ്മൾ ഒരു വിധത്തിലൊക്കെ ഒതുക്കി, കുഴപ്പമൊന്നുമില്ല. അങ്ങ് അടിച്ച് വിട്ട് കഴിയുകയൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് ചെറിയ ബ്ലൈൻഡ് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ മറ്റേ മെഷീൻ വാഷിനകത്ത് കയറ്റി കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇന്ന് ആക്ച്വലി ഇന്നലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഡേ ഓഫ്. പക്ഷേ ഷിഫ്റ്റിന് വിളിച്ചു. പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിമ്മിൽ നിന്ന് വന്ന് അവർ പറഞ്ഞൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ വരാനൊക്കെ ചോദിച്ചു. അതെന്തായാലും മേക്ക് ചെയ്യാനൊക്കത്തില്ല ഷിഫ്റ്റ്. അപ്പോൾ ഇന്നിനും വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ നോക്കാം. എന്തായാലും സാറ്റർഡേ എമ്പുരാൻ കാണാൻ പോകുന്നുണ്ട്. സാറ്റർഡേ വൈറ്റ് റോക്കിലാണ് ഞാനുള്ളത്. കേസ് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എയർപോർട്ട് ഔട്ട്ലെറ്റ് മോളിൽ ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ വോക്ക്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡീൽസ് ഉണ്ടോ എന്ന് നോക്കാമല്ലോ. ഇവിടെ ഞാൻ നേരത്തെ വന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ കാണിക്കാം. നല്ല വെതർ, സ്കൈയുടെ കളർ പോയേക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരുമാതിരി എല്ലാം ഔട്ട്ലെറ്റ്സ് ആയതുകൊണ്ട് നല്ല റേറ്റിന് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. പ്രത്യേകിച്ച് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഇതിലേ കിടന്ന് കറങ്ങാം. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോകും. ടോമീൻ്റെ 2 ടീഷർട്ട് മേടിച്ചു, പിന്നെ ഒരു വാളറ്റ് മേടിച്ചു. ആക്ച്വലി എൻ്റെ വാളറ്റ് കാലം ചെയ്യാറായി. ഇതൊരു 7-8 വർഷമായിട്ടാണ് യൂസ് ചെയ്യുന്ന വാളറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇനി കഴിഞ്ഞ പ്രാവശ്യം ഒരു കാർഡ് എടുത്തപ്പോൾ ആ കാർഡ് താഴോട്ടൊക്കെ അങ്ങ് വീണായിരുന്നു. അതുപോലെ അങ്ങ് ഇത് നശിച്ചതായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള സാധന ജംഗമ വസ്തുക്കളെല്ലാം കൂടി ഇതിനകത്തോട്ട് മാറ്റട്ടെ. ഇന്നിനും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി വീട്ടിൽ പോയിരുന്ന് സാറ്റർഡേ മൂവി എടുത്തിട്ടുണ്ട് കേസ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ എങ്കിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള പല റിവ്യൂസും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ പോയി കാണാതെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനൊക്കത്തില്ലല്ലോ. സാറ്റർഡേ ആക്ച്വലി ഇച്ചിരി റഷ് ആയിരിക്കും. പക്ഷേ സ്റ്റിൽ ഞങ്ങൾക്ക് നല്ലൊരു സീറ്റ് കിട്ടിയത് സാറ്റർഡേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കൂടെയാണ് കേസ് നമ്മൾ പോയി കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബറിനെ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഗൈസ് അങ്ങനെ ദിവസം വന്നെത്തി കേസ്. നമ്മൾ എമ്പുരാൻ കാണാൻ പോകുന്നു. എമ്പുരാൻ ഇന്ന് 7 മണിക്ക്, ഇപ്പോൾ ഇവിടെ 6 o'clock ആയി. അപ്പോൾ നമ്മൾ ജില്ലൊന്ന് പോയി കണ്ടിട്ട് വരാം. ഒരുപാട് രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് നെഗറ്റിവിറ്റി ഒക്കെ വന്നൊരു മൂവിയാണ്. ബട്ട് സ്റ്റിൽ പടം അടിപൊളിയായിരിക്കും. അല്ലേ പിന്നെ 2 ദിവസം കൊണ്ട് 100 crore ക്ലബ്ബിൽ കയറത്തില്ലല്ലോ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോകാം. വൈറ്റ് റോക്കിലാണ്. ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട്. പറഞ്ഞു വന്നത് വെതറാണ് കേസ്. കണ്ടില്ലേ, നല്ല അടിപൊളി സണ്ണി ഡേ ആണ്. എന്നാൽ വലിയ ചൂടുമില്ല. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. കിട്ടില്ല വെതറാണ്. ഇനി നാളെ ചിലപ്പോൾ മഴയായിരിക്കും. അത് ഈ സ്പ്രിങ്ങിൻ്റെ ഒരു ഗുണം. ഒരു ദിവസം മഴയാണെങ്കിൽ അടുത്ത ദിവസം നല്ല വെതർ കിട്ടും. പക്ഷേ അൺപ്രഡിക്റ്റബിളാണ്. അപ്പോൾ നമുക്ക് പോകാം. ഇനി അധികം സമയമില്ല. കാൺട്ട് വെയിറ്റ് ഗൈസ്. ലാലേട്ടൻ്റെ പെർഫോമൻസ് കാണാൻ, പൃഥ്വിരാജിൻ്റെ ആ ഒരു മേക്കിങ് കാണാൻ ഞങ്ങളുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി സെറ്റായി. ഇവിടെ വലിയ ആളൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോൾ ഫുള്ളായിരുന്നു ഗൈസ്. പടം സൂപ്പറാ. ഹിറ്റാവും. കാനഡയിൽ ഇപ്പോൾ ഏകദേശം 4 ദിവസമായി ഓടുന്നു ഫുൾ ഹൗസ്. ഗൈസ് അങ്ങനെ പടം കഴിഞ്ഞ് വന്നപ്പോൾ 11 മണിയായി. ഇപ്പോൾ ഇവിടെ 2 മണി. എനിക്ക് 4 മണിക്ക് ഷിഫ്റ്റാണ്. അപ്പോൾ നമുക്കധികം ഉറക്കമൊന്നും കിട്ടിയില്ല. ആകെ 2 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. പടം ഗൈസ് ഒന്നും പറയാനില്ല. എനിക്കറിയത്തില്ല പലരും എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവൊക്കെ പറയുന്നത്. വേറെ ലെവൽ മേക്കിംഗ് ആണ്. പിന്നെ നമ്മൾ ഒരുമാതിരി എന്താ പറയുന്നത്, ദൃശ്യം 2 ഒന്നും കാണുന്ന ആ ഒരു ഫീല് വെച്ചുകൊണ്ട് ഈ പടം പോയി കാണലില്ല. ഇത് വേറെ ലെവൽ പടമാണ്. ഒരു ഹോളിവുഡ് ലെവലിലുള്ളൊരു പടമാണ്. ആ ഒരു ലെവലിലുള്ള പടം നമ്മളൊരിക്കലും എന്താ പറയുന്നത്, അത് ആ ഒരു ലെവലിൽ തന്നെ പോയി കാണണം. പിന്നെ ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ കയറി വന്ന് ഇപ്പോൾ ഇതിനകത്ത് 17 സീൻ അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോകുമെന്ന് പറയുന്നത് കേട്ടോ. 17 സീൻ പോയി കഴിഞ്ഞാൽ പടം പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. എനിവേസ് ഇത് എനിക്കറിയില്ല. ഈ രാഷ്ട്രീയക്കാർ അത് തിരിച്ചു മറിക്കുകയാണ് ഈ പടം. പക്ഷേ പടം മൂവിയായിട്ട് തന്നെ കാണണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. പൃഥ്വിരാജ് വേറെ ലെവലാണെന്നുള്ള അറിയിച്ചുകൊണ്ടുള്ളൊരു പടമാണിത്. പിന്നെ ഇതിനകത്തൊരു ഡ്രോബാക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന തൊട്ടൊക്കെ തന്നെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ്. പിന്നെ ഇത് എന്താ പറയുന്നത്, കഥ പറയാൻ ഇത് ശരിക്കും എന്താ പറയുന്നത്, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയല്ല, ഇത് സയ്യിദ് മഷൂദിൻ്റെ കഥയാണ്. അപ്പോൾ ഇനി നിങ്ങൾ പടം കാണും. ഇനി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇനി 17 സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി തീരുമെന്ന് അറിയത്തില്ല. പക്ഷേ കിട്ടില്ലം പടമാണ്. ഈ 17 സീൻ കട്ടാകുന്നതിന് മുമ്പ് തന്നെ പോയി കാണണമെന്നുണ്ടായിരുന്നു. അത് ഏതായാലും സാധിച്ചു.
ഇത് ആദ്യമായിട്ടാണ് ഒരു തിയേറ്റർ കാനഡയിലൊരു തിയേറ്റർ ഇത്രയും ഫുള്ളായിട്ട് കാണുന്നത്. ബിക്കോസ് ഞങ്ങൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ഷോ കഴിഞ്ഞതേ ഉള്ളൂ. അത് ഫുള്ളായിരുന്നു. ഞങ്ങൾ കയറിയ ഷോ ഫുള്ള്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഷോയും ഫുള്ളാണ്. അവിടെ ഓൾറെഡി ആൾ സെറ്റാണ്. എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഈ മൂവി എങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കിടിലൻ പടമാണ്, ഒന്നും പറയാനില്ല. അടിപൊളി പടം. പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു പടം കാണുന്നൊരു ഫീലിപ്പ് വേണം പോയി കാണാൻ. ഒരു ഹോളിവുഡ് ലെവൽ പടം, അത് അത്രേ പറയാനുള്ളൂ. ഏതായാലും ഓക്കെ, അടിപൊളി പടമായിരുന്നു. അപ്പോൾ ഇനിയും ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്ന കേസ്. ഇനി നാളെ തൊട്ട് വേറെ ലെവൽ വ്ളോഗാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്.